ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ ഈ ട്രെയിൻ കയറി ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അതെ, ഇന്ന് നമ്മൾ പോയി കാണുന്നത് ഓസ്ട്രേലിയ ഒരു വേൾഡ് ഫേമസ് ബീച്ചാണ്. ആ ബീച്ചിൻ്റെ പേരാണ് ബോണ്ടായി ബീച്ച്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബ് തോന്നുന്നുണ്ടല്ലേ? ഇത് സിഡ്നിയിലുള്ള ഒരു ബീച്ചാണ്. ഇതാണ് ഓസ്ട്രേലിയയിലെ മോസ്റ്റ് ഐക്കോണിക് ബീച്ചസിലൊന്ന്. ബോണ്ടായി ബീച്ചിലെ ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ വാവ് സൂപ്പർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, ഗോൾഡൻ സാൻഡ് ആൻഡ് ഒരു ചിൽ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. സർഫ് ചെയ്യുന്ന ആളുകൾ, ജോഗ് ചെയ്യുന്ന കുറേ ആൾക്കാർ, പിന്നെ ബീച്ച് വോളിബോൾ കളിക്കുന്ന കുറേ പേര്, പിന്നെ സൺബാത്തിനായി ഇങ്ങനെ അട്ടിയിട്ട് കിടക്കുന്ന കുറേ ആൾക്കാർ. ഇതൊക്കെയാണ് ബീച്ചിൽ നമുക്ക് ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ബോണ്ടായി ഐസ്ബർഗ് പൂൾ. ഈ പൂൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ. ഈ പൂൾ എന്ന് പറയുന്നത് ഒരു ചെറിയ പൂളല്ല, ഇതൊരു ലെജൻഡറി ആണ്. ഓവർ 100 ഇയേഴ്സ് ആയിട്ട് ഈ പൂള് ഇവിടെ വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ പൂളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന പോലെയാണ്, ഒരു ഇൻഫിനിറ്റി പൂള് പോലെയാണ്. അതുകൊണ്ട് തന്നെ കടലിലെ വേവ്സ് ഇടയ്ക്കിടയ്ക്ക് ഈ പൂളിലേക്ക് അടിച്ച് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ പൂൾ എന്ന് പറഞ്ഞാൽ നല്ല സേഫ് ആണ്, നല്ല കൺട്രോൾഡ് ആണ്. ഇൻഫാക്ട് ഐസ്ബർഗ് എന്ന് വിളിക്കുന്ന ഒരു കാരണം കൂടിയുണ്ട്. ഈ ക്ലബ്ബ് സ്റ്റാർട്ടഡ് ബൈ വിൻ്റർ സ്വിമ്മേഴ്സ് ഇൻ 1929 അത് കോൾഡ് ടൈമിലും ഇവർ സ്വിമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൂളിലേക്ക് വരുമായിരുന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ബോണ്ടായി ഐസ്ബർഗ്. ഈ പൂളിൻ്റെ മുകളിൽ ഒരു ക്ലാസി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൽ നിന്നുള്ള ഓഷ്യൻ വ്യൂ ദ നെക്സ്റ്റ് ലെവലാണ്. ഈ ബീച്ചിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോണ്ടി ടു കൂഗിൾ വാക്കാണ്. 5 to 6 കിലോമീറ്റേഴ്സ് വരുന്ന ഒരു വാക്കാണിത്. ഈ ട്രെയിലിൽ നിന്ന് കാണുന്ന ബീച്ച് വ്യൂ, റോക്ക് ക്ലിഫ് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി അത് നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അത്ര ഭംഗിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ് ഫോട്ടോഗ്രാഫേഴ്സിന്. ഈ കാണുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റണ്ണിങ് കോസ്റ്റൽ വാക്ക് ഇൻ ദ വേൾഡ് ആണ്. നിങ്ങളൊരു ബീച്ച് വ്യൂ ലവർ ആണെങ്കിൽ ദെൻ ദിസ് ഈസ് യുവർ ഡ്രീം വാക്ക്. വാക്ക് ചെയ്യുമ്പം വേറെ കുറേ ചെറിയ സ്മോൾ ബീച്ചസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് താമര ബീച്ച്, ബ്രോണ്ടേ ബീച്ച്, ക്ലോവലി ബീച്ച്. ഇതെല്ലാം ചെറിയൊരു ഹിഡൻ ജെംസ് ബീച്ചസ് ആണ്. എനിക്ക് ഈ ബീച്ചിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ക്ലിഫിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അപാര വ്യൂ ആണ്. ഇവിടുത്തെ ലോക്കൽസ് ജോഗിങ്ങിനും വാക്കിങ്ങിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കോമൺ പാത്വേ കൂടിയാണ് ഈ ബീച്ച് വാക്ക്. അതുപോലെ ബീച്ച് വാക്കിന് പോകുന്നവർ കംഫർട്ടബിളായ നല്ല ഗ്രിപ്പുള്ള ഷൂ ഇടുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറാനും കുറച്ച് ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ നമ്മൾ നന്നായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതുപോലെ വാട്ടർ ബോട്ടിൽ കരുതുന്നതും നല്ലതായിരിക്കും. ബോണ്ടി ടു ഗൂഗിൾ വാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വാക്ക്, ഇതൊരു ജേർണി ത്രൂ നേച്ചർ, പീസ്, ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി. നമ്മൾ ഈ നടന്നു പോകുന്ന പാത്വേ നല്ല ഗ്രീനറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ബാർബിക്യൂ സ്പോട്ടുകളുണ്ട്. ഈ ട്രെയിൽ ഫുൾ നേച്ചർ ആൻഡ് മൈൻഡ് മെയ്ഡ് ബ്ലെൻഡഡ് ആണ്. വുഡൻ വാക്ക് വേ ഉണ്ട്, അതിൽ സിമെൻറ്റഡ് വാക്ക് വേസ്, കോസ്റ്റൽ ഫെൻസസ്, സ്ട്രീറ്റ് ആർട്ട് ആൻഡ് മെനി മോർ. ബോണ്ടി ടു ഗൂഗിൾ വാക്ക് ഇസ് നോട്ട് ജസ്റ്റ് ആൻ എക്സസൈസ്, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. ഇത് ബീച്ചും നേച്ചറും സിറ്റി ലൈഫും ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സോൾഫുൾ ജേണിയാണ്. സിഡ്നി വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ബീച്ചിലൊന്നാണ് ബൊണ്ടായി ബീച്ച്. ഈ പൂൾ യൂസ് ചെയ്യുന്നതിന് ഒരു $10 ചാർജ് ചെയ്യുന്നതാണ്. ലോക്കർ ഫെസിലിറ്റിയും ചേഞ്ച് റൂം ഫെസിലിറ്റി ഇതോടൊപ്പം ഉണ്ട്. ഈ പൂള് 365 ഡേയ്സ് ഓപ്പൺ ആണ്. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. സിയ.